മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾക്കിടെ ഡൽഹിയിൽ വൈകിട്ട് 3 മണിക്ക് നിർണായക യോഗം നടക്കാനിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തുന്നുണ്ട്. പി ചിദംബരം, അശോക് ഗെഹ്ലോട്ട് എന്നിവർ നിരീക്ഷകരായി എത്തും. PR അരവിന്ദ് ഡൽഹിയിൽ ചേർന്നു. അരവിന്ദ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചർച്ചയാണ് ഇനി ചേരാൻ പോകുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ 3 പേരുകൾ ഇതിനോടകം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പേര് കേട്ട ഒരാളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ AICC ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്താണ്. ആർക്കായിരിക്കും മുൻതൂക്കം? എപ്പോഴായിരിക്കും ചർച്ചയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രി കസേര നൽകാൻ പോകുന്നത്? പക്ഷെ അതിനു മുമ്പായി ഇപ്പോൾ KC വേണുഗോപാൽ ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. ഗംഭീര സ്വീകരണമാണ് ഇവിടെ പ്രവർത്തകർ KC വേണുഗോപാലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് KC വേണുഗോപാൽ എന്നതാണ് ഇവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. ഡൽഹി PCC പ്രസിഡന്റ് ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലാണ് KC വേണുഗോപാലിന്റെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തും. KC വേണുഗോപാലിന്റെ കാലത്ത് ഏകദേശം 500-ലധികം പ്രവർത്തകരാണ് വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മുൻകണ്ണികളടക്കം ഇവർ എത്തിയിട്ടുണ്ട്. ചെണ്ടകളടക്കം കൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷമാക്കി KC വേണുഗോപാലിനെ സ്വീകരിക്കാൻ പ്രവർത്തകർ ഒരുക്കി നിൽക്കുകയാണ്. എന്നാലും കേരളത്തിൽ മാത്രമല്ല, KC വേണുഗോപാലിന്റെ ഡൽഹിയിലടക്കം വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകൻ പറയുന്നത് KC വേണുഗോപാൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി എത്തണം എന്നതാണ്. എന്നാലും ഇന്ന് വൈകുന്നേരം കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ ഒരു യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ കേരളത്തിലേക്കുള്ള AICC നിരീക്ഷകരെ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. മുതിർന്ന നേതാക്കളെ തന്നെ AICC നിരീക്ഷകരായി പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനമെടുത്ത് നാളെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. MLA ആരെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ ഏത് നേതാവെന്ന കാര്യത്തിൽ നിരീക്ഷകർ പിന്നീട് ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുക. അതിലും രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ തുടങ്ങിയവരുടെ പേരുകളാണ് നിലവിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. 3 നേതാക്കളും ശക്തമായി തന്നെ അവകാശവാദം ഈ പദവിയിലേക്ക് ഉയർത്തുന്നുമുണ്ട്. അതിനിടയിലാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള സ്വീകരണം ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. പ്രവർത്തകർ അദ്ദേഹത്തെ കാത്ത് ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. സുഹൈൽ, എന്തായാലും KC വേണുഗോപാലിനെ കാത്തൊരു വലിയ ജനം അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ UDF-ന്റെ മികച്ച നേട്ടത്തിൽ അതിൽ വലിയ പിന്തുണ കൂടി KC വേണുഗോപാൽ ലഭിക്കുന്നു. അതേസമയം MLA ആകാതിരുന്നിട്ട് പോലും, MLA സ്ഥാനത്തേക്ക് മത്സരിക്കാതിരുന്നിട്ട് പോലും KCയുടെ പേര് കൂടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് KC കൂടി അത്രയും വലിയ ഫാക്ടറായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. എന്തായാലും PR അരവിന്ദാണ് ഡൽഹി വിവരങ്ങൾ നൽകിയത്. അരവിന്ദ്, ഈ പറഞ്ഞത് 3:30 വൈകിട്ടോടുകൂടി നിർണായകമായ യോഗം നടക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ തന്റെ പേര് വന്നാൽ, പിന്തുണയുണ്ടെങ്കിൽ, ഭൂരിപക്ഷമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സന്നദ്ധനാണെന്ന് അനൗദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ചർച്ച, ഈ ചർച്ചയിൽ ഈ പറഞ്ഞ 3 പേരുകൾ ഓരോരുത്തരെയും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിഗണിക്കുക. അതിനും അപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുമ്പോൾ, UDF-ൽ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുമ്പോൾ അതിന് പാലിക്കപ്പെടുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് കൂടിയുണ്ട്. അതിൽ ഏറ്റവും നിർണായകം ഈ പറഞ്ഞതുപോലെ MLA-മാരുടെ പിന്തുണ കൂടിയാണ്. പ്രധാനമായും കോൺഗ്രസ് അധ്യക്ഷന്റെ വീട്ടിൽ ചേരുന്ന യോഗത്തിൽ 2 അജണ്ടകളാണുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ നിരീക്ഷകരുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. മുതിർന്ന നേതാക്കളെ നിരീക്ഷക പദവിയിലേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിൽ ചർച്ച നടക്കും. ഇതുകൂടാതെ തന്നെ തമിഴ്നാട്ടിൽ TVK പിന്തുണയ്ക്കണമോ എന്ന കാര്യത്തിൽ കൂടി ഇന്ന് യോഗത്തിൽ തീരുമാനമാകും. കാരണം നിർണായകമായ കാര്യങ്ങളൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്തായാലും നിരീക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അതിൽ തീരുമാനമുണ്ടാകും. ഒപ്പം TVK ഭരണത്തിലേറണമെങ്കിൽ, വിജയ്ക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ കോൺഗ്രസ് പിന്തുണ ഉണ്ടാകും. അതും ഉദ്യോഗത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളിൽ നിന്നൊരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.